ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാൻ മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാരും അതിനെക്കുറിച്ചൊക്കെയുള്ള കമന്റ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ ഓയിലി സ്കിന്നുകാരുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ കോമ്പിനേഷൻ സ്കിന്നും കൂടെ ഇതിനകത്ത് തന്നെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഓയിലി സ്കിൻ? ഈ സ്കിൻ ഉള്ളവരുടെ ശരീരത്തിൽ സെബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതായത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയാണ് സെബം എന്ന് പറയുന്നത്. ഇത് സെബേഷ്യസ് ഗ്ലാൻസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ സെബം ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിലെ സ്കിന്നിങ്ങനെ എസ്പെഷ്യലി ഫേസിലെ സ്കിന്ന് ഓയിലി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒത്തിരി ആക്നീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹോർമോൺസിൽ ഉണ്ടാവുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസ് പോലും ഇവരുടെ സ്കിന്നിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓയിലി സ്കിന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുക? ഇവരുടെ ഫേസിൽ നല്ല ഓയിലി അല്ലെങ്കിൽ ഷൈനി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എപ്പോഴും ഇവരുടെ ഫേസിൽ ഇങ്ങനെ ഒന്നുകിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. പിമ്പിൾസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പോഴ്സ് ഒക്കെ നല്ല വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് പോഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഈ പോഴ്സ് എല്ലാം ക്ലോഗ് ആയിരിക്കും. പിന്നെ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു വന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്കിൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫേസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് കാരണം കുറച്ച് റിങ്കിൾസ് ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഓയിൽ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചില സ്റ്റേജസിൽ, അതായത് പ്യൂബർട്ടി, മെനോപോസ്, പ്രഗ്നൻസി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി ഇവർക്ക് ബ്രേക്ക്ഔട്ട്സും ആക്നീസും ഒക്കെ ആയിട്ട് ഔട്ട്ബേസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ചില മെഡിസിൻസ് ആണ്. ചില മരുന്നുകൾ, അതായത് നമ്മുടെ ഹോർമോണിനെ അഫക്ട് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കും അത് ഈ സെബേഷ്യസ് ഗ്ലാൻസിനെ ഓയിൽ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യും, ഓയിലി സ്കിൻ ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ ഫാക്ടർ ചില മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. അതായത് ഇപ്പൊ PCOS ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, അവരുടെ ഫേസിൽ നന്നായിട്ട് ഓയിലി ആയിരിക്കും, നല്ല പിമ്പിൾസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഓയിൽ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫേസിൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഇത് കഴുകി കളയണം എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണ്. എപ്പോഴും ഒരു ഫോമിംഗ് ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്ലെൻസർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഒത്തിരി ആയിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്കിന്നിനെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുകയും അത് ഒത്തിരി ബ്രേക്ക്ഔട്ട്സിനും പിമ്പിൾസിനും ഒക്കെ വഴിവെക്കുകയും ചെയ്യും. മാത്രമല്ല ഓയിൽ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്തിട്ട് കൂടുതൽ ഓയിലി ആക്കുകയും ചെയ്യും. രാവിലെയും വൈകിട്ടും ഫേസ് കഴുകണം. അതുപോലെ തന്നെ ആഫ്റ്റർ സ്വെറ്റിങ്ങും ഫേസ് ഒന്ന് കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും ഒത്തിരി സൺ എക്സ്പോഷർ ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും ഇടയ്ക്കൊന്ന് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വേണം കഴുകാൻ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം ഓയിൽ ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യാതിരിക്കുകയും അതുവഴി ഒരു ആക്നി അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട്സ് കുറയ്ക്കാനും പറ്റും. സ്കിൻ കെയറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയാം. അതും അതിൽ ഓരോ പ്രോഡക്റ്റും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും പറയാം. നിങ്ങൾ ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവരാണ്, നിങ്ങൾക്ക് ഒത്തിരി പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം പിമ്പിൾസ് ആണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ. നമ്മൾ നോർമലി കാണുന്ന ഒത്തിരി പസ്സൊന്നും ഇല്ലാതെ ചെറുതായിട്ട് വന്ന് പൊങ്ങിയിട്ട് ഒരു പാട് അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ടൈപ്പിലുള്ള പിമ്പിൾസിനെയാണ് കോമിഡോൺ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നതായിരിക്കും. ഒത്തിരി വലിയതായിട്ട് വരികയും നല്ല കട്ടിക്കിരിക്കുകയും അതിനകത്ത് ചെറിയ പസ്സായിട്ട് വരികയും ഒക്കെ ചെയ്യും. അത് അത്യാവശ്യം നല്ല പെയിൻഫുള്ളും ആയിരിക്കും. അങ്ങനെയുള്ളതാണ് സിസ്റ്റിക്. അപ്പോൾ ശരിയായ റീസൺ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഓയിലി സ്കിൻ ഉള്ളവരുടെ ബോഡിയിലെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനും പിമ്പിൾസ് ഒന്ന് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പോൾ ടോണറിലായാലും ക്ലെൻസറിലായാലും മോയ്സ്ചറൈസറിലായാലും സെറത്തിലായാലും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കണ്ടൻസ് ആണ് സാലിസിലിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ അസലിക് ആസിഡ്, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കിൻ കെയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഫോമിംഗ് ക്ലെൻസർ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലെൻസറിനകത്ത് തന്നെ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് അടങ്ങിയത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബെൻസൈൽ പെറോക്സൈഡ് അടങ്ങിയ ക്ലെൻസറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ടോണറാണ്. ടോണർ എപ്പോഴും ഒരു സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ളത് അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ ആയിട്ടുള്ള ടോണർ വേണം ചൂസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തേത് സെറം ആണ്. സെറത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്,
ലാക്ടിക് ആസിഡ്, പിന്നെ അസലിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സെറം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ആക്നീസ് ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് നോക്കേണ്ടത്. സ്കിൻ ടോണും ബാക്കി വൈറ്റനിങ്ങും ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലേ. നമ്മൾ എപ്പോഴും പിമ്പിൾസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോഡക്ട്സും യൂസ് ചെയ്യും. അതൊന്ന് മാനേജ് ചെയ്ത് ഒന്ന് ആ പാടൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും അടുത്തത് വരാൻ തുടങ്ങും. അപ്പോൾ അതല്ല, നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്നിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോണ്ടൻസ് അടങ്ങിയിട്ടുള്ള സെറം വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി സെറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതായത് പിമ്പിൾസിൻ്റെ ആ ഒരു സ്പോട്ടിൽ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് ക്യൂർ ചെയ്യാൻ നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ബെൻസൈൽ പെറോക്സൈഡ്. ഇത് ജെൽ ഫോമിലൊക്കെയാണ് വരുന്നത് ട്യൂബിനകത്തായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ തന്നെ വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അതിനെ ഒത്തിരി വൈഡായിട്ട് മസാജ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പിമ്പിൾ ഇല്ലാത്ത സ്ഥലത്തും കൂടി പിമ്പിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പോട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ് ബെൻസൈൽ പെറോക്സൈഡും ട്രെറ്റിനോയിനും. ട്രെറ്റിനോയിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ട്രെറ്റിനോയിഡ് ഒന്നും യൂസ് ചെയ്യരുത്. ഒരു 2% അല്ലെങ്കിൽ അതിന്റെ ഒരു മൈൽഡ് ഫോമിലുള്ളത് മാത്രം യൂസ് ചെയ്യുക. അടുത്തത് മോയ്സ്ചറൈസിങ് ആണ്. ഇപ്പോൾ ഓയിലി സ്കിൻ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കരുത്. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഒരു ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ ആൽക്കഹോൾ ആൻഡ് ഓയിൽ ഫ്രീ ബേസ് ഉള്ളത് വേണം തിരഞ്ഞെടുക്കാൻ. എപ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ട് ആവുക. ലാസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ ആണ്. നിങ്ങളിപ്പോൾ പുറത്ത് പോകുമ്പോഴോ ഒത്തിരി സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴോ ഒക്കെയും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെയും സെലക്ട് ചെയ്യാം. പിന്നെ ഫ്രാഗ്രൻസ് ഇല്ലാത്ത സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ ഒന്നും കൂടി സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനും ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സും യൂസ് ചെയ്യാം. എന്തൊക്കെയാണെന്നല്ലേ, ഹണി നല്ലൊരു ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഏജന്റ് ആണ്. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണ്. പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഓട്ട്മീൽ സ്കിന്നിനെ നന്നായിട്ട് കാം ഡൗൺ ആക്കുകയും സ്കിന്നിൽ എക്സസീവ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കിൻ കെയർ കഴിഞ്ഞാൽ മേക്കപ്പ് ആണ്. മേക്കപ്പ് പ്രോഡക്ട്സ് എപ്പോഴും നിങ്ങൾ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത്, ഒരിക്കലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലോട്ട് പോവാതിരിക്കുക. എപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇട്ടാലും ഉറങ്ങുന്നതിന് മുന്നേ അത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് മാത്രം ഉറങ്ങാൻ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തായിരിക്കും അടുത്ത് സംഭവിക്കുക എന്നുള്ളത്. പോഴ്സ് ഒക്കെ ക്ലോഗ് ആയിട്ട് നന്നായിട്ട് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഫേസിൽ ഓയിൽ ഒരുപാട് ഇങ്ങനെ ലീക്കായിട്ട് ഒരു വല്ലാത്ത ഷൈനി അപ്പിയറൻസ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ ക്ലീനക്സ് യൂസ് ചെയ്തിട്ട് ആ ഓയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാം. വേറൊന്നും യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് മാത്രമേ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കാവുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ ഫേസിൽ പിടിക്കുന്ന ഒരു പരിപാടി ഒഴിവാക്കുക. മാക്സിമം ടച്ച് ചെയ്യാതിരിക്കുക, റബ്ബ് ചെയ്യാതിരിക്കുക, സ്കിന്നിനെ അങ്ങോട്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സ്പോട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, അതുപോലെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തു, എന്നിട്ടും ഈ പിമ്പിൾസ് ഒന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ മടിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ഓറലി എന്തെങ്കിലും പിൽസോ അതുപോലെ ഹോർമോണൽ കൺട്രോൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും മടിക്കാതെ നിങ്ങളിപ്പോൾ ഇത് കാണുക. അങ്ങനെയാണെങ്കിലേ ഓയിലി സ്കിന്നുകാരോട് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഒരു പരിധി വരെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.